സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് എളുപ്പത്തിൽ പണപ്പെട്ടി നിറയ്ക്കുവാനുള്ള ഏറ്റവും പുതിയ വഴിയായി മാറിയിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ. ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിൻ്റെ എണ്ണമോ പോസ്റ്റിനോ ലഭിക്കുന്ന റീച്ചോ മാത്രമല്ല അവരുടെ വരുമാനം ഉണ്ടാക്കുന്നത്. എക്സ്ക്ലൂസീവായിട്ടുള്ള പോസ്റ്റുകൾ സബ്സ്ക്രൈബേഴ്സിന് നൽകി അതുവഴിയാണ് പണമുണ്ടാക്കുന്നത്. സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്നതിന് ഒരു പ്രതിമാസ വരിസംഖ്യ ഈടാക്കുകയാണ് ഇൻഫ്ലുവൻസർമാർ ചെയ്യുന്നത്. സിനിമാ താരങ്ങളടക്കം നിരവധി ഇൻഫ്ലുവൻസർമാർ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചിട്ടുമുണ്ട്. അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യയും ഇൻഫ്ലുവൻസറുമായ രേണു സുധി ഒരു മാസം കൊണ്ട് സ്വന്തമാക്കിയത് 14 കോടി വ്യൂവേഴ്സിനെയാണ്. പ്രൊഫഷണൽ ഡാഷ്ബോർഡിൻ്റെ സ്ക്രീൻഷോട്ട് രേണു അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. 2850 സബ്സ്ക്രൈബർമാരാണ് രേണുവിന് ഇൻസ്റ്റഗ്രാമിലുള്ളത്. മാസം 190 രൂപ വീതമാണ് രേണു ഈടാക്കുന്നത്. ആൽബങ്ങളിലും ഫോട്ടോഷൂട്ടുകളിലും അഭിനയിക്കുന്ന രേണുവിന് ഹേറ്റേഴ്സ്മാർ നിരവധിയാണ്. കടുത്ത സൈബർ ആക്രമണവും ഇടയ്ക്ക് നേരിടാറുണ്ട്. കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയിലെ മകൻ കിച്ചുവിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയായിരുന്നു രേണു വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അതുകൊണ്ടൊന്നും താൻ പിന്തിരിയാൻ തയ്യാറായിട്ടില്ല എന്ന് രേണു സുധി പറയുന്നു. കൊല്ലം സുധിയുടെ മരണശേഷമാണ് റീലുകളിലൂടെയും ഫോട്ടോഷൂട്ടുകളിലൂടെയും രേണു ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 രേണു പങ്കെടുത്തിരുന്നു.